ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ജാവാസ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ അസിൻക്രണസ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ്. അപ്പൊ എന്താണ് അസിൻക്രണസ് ഓപ്പറേഷൻ? ഞാൻ ഇവിടെ ഒരു ഫെച്ച് ഡാറ്റ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഞാനൊരു ഡാറ്റ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുവാണ്. ഇതിൻ്റെ അകത്ത് ഇനി അടുത്തത് സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. സെറ്റ് ഔട്ട് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാലോ, ഇതിന് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഡിലേയും. അതായത് ഞാൻ ഇവിടെ കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിട്ട് ആസ് യൂഷ്വൽ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്താണ് ഞാൻ ഡാറ്റയെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ഇവിടെ ഒരു API റിക്വസ്റ്റ് ആണ് പോകുന്നത്. അതായത് സെർവറിൽ പോയിട്ട് ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുവാണെന്ന് വിചാരിച്ചു. അതിന് പകരം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഡാറ്റ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രോപ്പർട്ടി ഐഡിയും അതുപോലെ നെയിം, രണ്ട് പ്രോപ്പർട്ടി ഞാൻ ഇതിനകത്തേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇത് ഡിലേ സെറ്റ് ചെയ്യുന്നത് 2 സെക്കൻഡ് ആണ്. 2000 മില്ലി സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് സെറ്റ് ടൈം ഔട്ടും അസിൻക്രണസും അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം എന്താണ് അസിൻക്രണസ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ജാവാസ്ക്രിപ്റ്റ് ഒരു സിംഗിൾ ത്രെഡഡ് ലാംഗ്വേജ് ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റിന് അറ്റ് എ ടൈമിൽ ഒരു ടാസ്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു കൺസോൾ ലോഗ് ഇട്ടെന്ന് വിചാരിച്ചു. ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഹായ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ താഴെയും ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അനുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവൂലേ? ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ്, നെക്സ്റ്റ് ഒരു ടൈം ഔട്ട് ഫംഗ്ഷൻ, എഗെയിൻ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ്. ഈ നടുക്കുള്ള ടൈം ഔട്ട് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഇതിന് രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്. ആദ്യം ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്, അതായത് ആരോ ഫംഗ്ഷൻ. പിന്നെ ഒരു മില്ലി സെക്കൻഡിന് ഡിലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫംഗ്ഷൻ ആദ്യം ഈ കൺസോളിലേക്ക് ഹായ് പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ട് 2 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ. ഈ ആരോ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഈ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്യുള്ളൂ. ഇപ്പോ 2 മില്ലി സെക്കൻഡിന് പകരം ഒരു 2 മണിക്കൂറാണ് ഞാൻ കൊടുത്തതെന്ന് വിചാരിച്ചോ. അപ്പൊ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ലോഗ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത്രയും നേരം ജാവാസ്ക്രിപ്റ്റ് ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ ഈ വെയിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അസിൻക്രണസ് ഓപ്പറേഷൻ ഉള്ളത്. അതായത് ഇത് സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ ആണ്. ഇത് എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ എത്തിയ ഉടനെ 2 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് റിട്ടേൺ ചെയ്യും. എന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, ഇത് സ്കിപ്പ് ചെയ്ത് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഇവന്റ് ലൂപ്പ് ഉണ്ട്. ഇവന്റ് ലൂപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിൽ ബിസി ആയിരിക്കുന്നു വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിളിച്ചു. അപ്പൊ നമ്മൾ പറയും, എടാ ഞാനൊരു 10 മിനിറ്റ് ആയിട്ട് തിരിച്ചു വിളിക്കാട്ടോ എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ടിനെ തിരിച്ചു വിളിക്കും. അതുപോലെ തന്നെയാണിത്. ഫസ്റ്റ് ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം ഔട്ട് ഫംഗ്ഷന് ഡിലേ ആവുന്നതുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് റിട്ടേൺ ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് 2 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചെന്ന്, അതായത് കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. ഇപ്പൊ ക്ലിയർ ആയോ? ഇതാണ് അസിൻക്രണസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കേസിലാണ് അസിൻക്രണസ് ഓപ്പറേഷൻസ് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഫയലിനെ റീഡ് ചെയ്യുമെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 1 GB ഫയലിനെ റീഡ് ചെയ്യണം. അപ്പൊ ഇത്രയും നേരം റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും നേരം വെയിറ്റ് ചെയ്യാതെ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ അവിടെ റീഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഒരു സൈഡിൽ മാറ്റി വെച്ച് നെക്സ്റ്റ് പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് API റിക്വസ്റ്റ് പോയി സെർവറിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് വരണം. API റിക്വസ്റ്റിനും ഇതുപോലെ തന്നെ ഒരു ഡിലേ വരൂലേ? ആ ഡിലേക്ക് ബ്ലോക്ക് ആവാതെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. ഇതാണ് അസിൻക്രണസ് ഓപ്പറേഷൻ. സിൻക്രണസ് ആയിരുന്നെങ്കിലോ, ഇതേ സ്ഥാനത്ത് സിൻക്രണസ് ഓപ്പറേഷൻ ആയിരുന്നെങ്കിൽ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ഇവിടെ എത്തും, 2 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യും, കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ചു വന്ന് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അസിൻക്രണസ് ഓപ്പറേഷൻ വന്നത്. ഇനി ജാവാസ്ക്രിപ്റ്റിൽ അസിൻക്രണസ് ഓപ്പറേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. കോൾ ബാക്ക് ഫംഗ്ഷൻ, പ്രോമിസസ്, അസിൻക് ആൻഡ് അവൈറ്റ്, ഇതൊക്കെ. ഇതിൽ നമ്മൾ ഓരോന്നും പഠിക്കണം. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് അറിഞ്ഞാലേ അടുത്ത മെത്തേഡ് പ്രോമിസിന്റെ ബെനിഫിറ്റും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ആദ്യം കോൾ ബാക്ക് ഫംഗ്ഷൻ ഇല്ലാതെ ഈ ഒരു കോഡ് ചെയ്ത് കാണിച്ചു തരാം.
നമ്മൾ ഇവിടെ ഈ കൺസോൾ ഒക്കെ ഞാൻ റിമൂവ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സെറ്റ് അമൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും ഒരു ഡിലേയും ഉണ്ട്. ഇപ്പൊ ഡാറ്റ സെറ്റ് ആവണമെങ്കിൽ 2 സെക്കൻഡ് കഴിയണം അല്ലെ. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞാൻ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ, ഡാറ്റ ഡിക്ലെയർ ആവുന്നു, 2 മില്ലി സെക്കൻഡ് ഉള്ളത് കൊണ്ട് സെറ്റ് ഔട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ ഡാറ്റ വന്നിട്ടില്ല, വരാത്ത ഡാറ്റേനെയാണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഡാറ്റേന്റെ വാല്യൂ എന്തായിരിക്കും, അൺഡിഫൈൻഡ് ആയിരിക്കും. ഫംഗ്ഷന് പുറത്ത് യൂസർ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അസൈൻ ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യാം. ഇവിടെ വന്നിട്ട് ഈ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് വരിക, അൺഡിഫൈൻഡ് ആയിരിക്കും റിസൾട്ട് വരുന്നത്. ഇതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ 2 മില്ലി സെക്കൻഡ്സിന് വെയിറ്റ് ചെയ്യാതെ ഈ ഡാറ്റേനെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്കിത് കിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ ബാക്ക് ഫംഗ്ഷൻ. എന്താണ് കോൾ ബാക്ക് ഫംഗ്ഷൻ? കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം മറ്റൊരു ഫംഗ്ഷൻ അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് ആ കോൾ ചെയ്യുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ ഈ പാസ് ചെയ്യുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നു. കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഞാനപ്പം ഈ ഫെച്ച് ഡാറ്റ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുന്നേ വേറൊരു ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. പ്രോസസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. യൂസർ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഉണ്ട്, അതിനെ നമ്മൾ കൺസോൾ ചെയ്യാം. ഞാൻ ഈ യൂസർ ഡാറ്റേന്റെ അസൈൻമെന്റ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഈ പ്രോസസ് ഡാറ്റേനെ ഫെച്ച് ഡാറ്റേന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുവാണ്. താഴെയുള്ള കൺസോളും റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഡെഫിനിഷനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം മറ്റൊരു ഫംഗ്ഷൻ അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു എന്ന്. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞത് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാരാമീറ്റർ വേണ്ട ഇതിനെ റിസീവ് ചെയ്യാൻ. ഞാൻ ഏറ്റവും മീനിങ് ആയിട്ട് കോൾ ബാക്ക് എന്ന് തന്നെ അതിന്റെ നെയിം കൊടുക്കുവാണ് കേട്ടോ. ഇതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷൻ ഫെച്ച് ഡാറ്റ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനെ പാസ് ചെയ്യുന്നു, മറ്റൊരു ഫംഗ്ഷനെ പാസ് ചെയ്യുന്നു. ഇനി ഈ കോൾ ബാക്ക് എന്തായിരിക്കും, നമ്മുടെ ഈ പ്രോസസ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഞാൻ ഈ ഡാറ്റ ഫെച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുവാണ്, ഈ കോൾ ബാക്ക് ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുവാണ്. ആർഗ്യുമെന്റ് ആയിട്ട് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇപ്പൊ കോൾ ബാക്ക് ഫംഗ്ഷന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഡാറ്റേന്റെ റിട്ടേൺ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുക കേട്ടോ. അപ്പൊ ഈ അസിൻക്രണസ് ടാസ്ക് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടേ എക്സിക്യൂട്ട് ആവുള്ളൂ. കുഴപ്പമില്ല, 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഡാറ്റയിലേക്ക് ഇവിടെ ഈ ഡാറ്റ ഇമ്മീഡിയറ്റ് എക്സിക്യൂട്ട് ആകാതെ ഒരു API പോയിട്ട് എടുത്തിട്ട് വരുവാന്ന് വിചാരിച്ചു. ഇങ്ങനെയായാലും വാട്ടവർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, ഡാറ്റയിൽ വാല്യൂ അവൈലബിൾ ആണ്. അതിനുശേഷമാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ പ്രോസസ് ഡാറ്റനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഡാറ്റ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിരിക്കും. എഗെയിൻ വന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് കിട്ടും. ഇതാണ് കോൾ ബാക്ക് ഫംഗ്ഷന്റെ പ്രത്യേകത. ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്നാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ കേസിൽ നമുക്ക് എറർ ഒന്നും ഇല്ലാതെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടി. അസിൻക്രണസ് ഓപ്പറേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ടെക്നിക്കാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. പക്ഷെ മൾട്ടിപ്പിൾ കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മുടെ ഇനിയിപ്പോ ഒരു 10 കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മുടെ ഈ കോഡിൽ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ചെയിൻ ആയിട്ട്. അപ്പൊ നമ്മുടെ കോഡ് ഭയങ്കര കോംപ്ലക്സ് ആവും. നമ്മൾ എഴുതിയ കോഡ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു സ്റ്റേറ്റിലെത്തും. അതിനുള്ള സൊല്യൂഷനാണ് പ്രോമിസസ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കോൾ ബാക്ക് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്